കാണാതെ പഠിച്ചൊരു വാക്യമാണ്. സാമാന്യ വേദപുസ്തക ബന്ധമുള്ള എല്ലാവർക്കും ഈ വാക്യഭാഗം കാണാപ്പാഠവുമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. ഞാൻ ഈ സന്ദേശം 2026 എവിടെയൊക്കെ പോകേണ്ടി വന്നാൽ, ഇന്നലെ രാത്രി ഞാൻ വെള്ളിയാമ്മാവിലായിരുന്നു ആ കർവെച്ചാർ സെന്റർ, എവിടെയൊക്കെ പോകേണ്ടി വന്നാലും രക്ഷകനായ ക്രിസ്തുവിനെ ശക്തിയുക്തം ഉയർത്തണം എന്ന തീരുമാനത്തിലാണ്. അതിനൊരു കാരണമുണ്ട്. 100 വർഷം മുമ്പ് മുതൽ നമ്മൾ പ്രസംഗിച്ച സുവിശേഷമാണ് യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. യേശു ക്രിസ്തു മാത്രമാണ് രക്ഷകൻ. ഇത് 100 വർഷം മുമ്പ് കേരളത്തിൽ നമ്മൾ പ്രസംഗിച്ചു തുടങ്ങിയതാണ്. അന്ന് ആ പ്രസംഗം വിമർശന വിധേയമായിട്ടുണ്ട്. പലരും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2025 ലോകത്തിലെ ഏറ്റവും വലിയ സഭ ഔദ്യോഗിക പ്രഖ്യാപനം ഇറക്കിയിരിക്കുന്നു: യേശു മാത്രമാണ് രക്ഷകൻ, യേശുവിനൊരു സഹരക്ഷക ഇല്ലെന്ന്. നമ്മൾ പണ്ട് പറഞ്ഞത് സത്യമാണെന്ന് അന്ന് വിമർശിച്ചവർ പത്രക്കുറിപ്പിലൂടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇറക്കിയ ഈ കാലത്ത് ഈ സുവിശേഷം കുറെ കൂടെ ശക്തിയോടെ ഉറക്കെ പറയാൻ ദൈവസഭ തയ്യാറായി മതിയാകൂ. ശ്ലീഹ പത്രോസ് പറയുകയാണ്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ വേറൊരു നാമമില്ല. ഇത് നമ്മൾ പണ്ട് പറഞ്ഞു തുടങ്ങിയ സുവിശേഷമാണ്. ഇപ്പോ അന്ന് വിമർശിച്ചവർ അടിവരയിട്ട് പറയുന്നു, യേശുവിനൊരു സഹരക്ഷകയില്ല, സഹരക്ഷകനില്ല, രക്ഷണ്യ വേല യേശുവാണ് നിവർത്തിച്ചത്, യേശു മാത്രമാണ് രക്ഷകൻ. ഈ സത്യം തിരുവചന വെളിച്ചത്തിൽ ആധികാരികമായി സാധാരണക്കാർക്കും കൂടെ അപഗ്രഥിക്കാൻ കഴിയും അളവിൽ ഒന്ന് സമർത്ഥിച്ച് സംസാരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ കൊണ്ട് ഇങ്ങനെ സ്തുതിപ്പിക്കുന്ന ഒരു ജീവി അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. നമ്മൾ ഒരുമിച്ചാണ് പ്രസംഗിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരാശയം പറയുമ്പോൾ അതിൻ്റെ പ്രതികരണം ഞാനിങ്ങനെ പരസ്യമായി മൈക്കിലൂടെ ചോദിച്ചു മേടിക്കേണ്ടി വരുന്നത് എൻ്റെ ഗതികേടാണെന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ഹല്ലേലൂയ. ആഹ്വാനം വേണോ അധരം തുറക്കാൻ? 2026 ആദ്യ ആഴ്ച കാണാൻ ആയുസ് നീട്ടിത്തന്ന ദൈവത്തിന്റെ മുൻപിൽ നമ്മെ രക്ഷിച്ച രക്ഷകനെ നമ്മൾ ഒരുമിച്ച് ഉയർത്തുമ്പോ അതിന്റെ ഒരാവേശം നമ്മിലെല്ലാം ഉണ്ടാവട്ടെ.
ഞാൻ ഈ വാക്യത്തിന്റെ പശ്ചാത്തല വിശദീകരണത്തിലേക്കും വിശകലനത്തിലേക്കും പോകുന്നില്ല. പത്രോസ് ഈ വാക്യം പറഞ്ഞത് ഏത് പശ്ചാത്തലത്തിലാണെന്ന് പ്രസംഗശാസ്ത്രം അനുസരിച്ച് പറയേണ്ടതാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഒരു പുതിയ നിയമഭാഗമായതുകൊണ്ട് സമയം ലാഭിക്കാൻ ഞാൻ തിരുവെഴുത്തുകളിലേക്ക് തന്നെ പ്രവേശിക്കുകയാണ്. കർത്താവായ യേശുവിനെ കുറിച്ച്, ഈശോ മശീഹായെ കുറിച്ച് 3 ആധികാരിക പ്രസ്താവനകളാണ് ശ്ലീഹ പത്രോസ് ചെയ്തിട്ടുള്ളത്. 3 പ്രസ്താവനകൾ. അതിലൊന്ന്, യേശുവേ അങ്ങ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. 2, നിത്യജീവന്റെ മൊഴികൾ യേശുവേ അങ്ങയിലുണ്ട്. 3, നമ്മുടെ കുറിവാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമം ഇല്ല. അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വണ്ണം വളരെ ആധികാരികമായി ശ്ലീഹ പത്രോസ് യേശുവിനെ കുറിച്ച് അവതരിപ്പിച്ച ഈ 3 ഔദ്യോഗിക പ്രസ്താവനയിൽ നമ്മുടെ കുറിവാക്യത്തിൽ മാത്രം നിൽക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ആദ്യത്തെ 2 ഭാഗമൊക്കെ ഒന്ന് തൊട്ടുപോയാൽ നല്ലതാണെങ്കിലും സമയം ലാഭിക്കാൻ, എനിക്ക് ഈ വിഷയം പരമാവധി ഒന്ന് സമർത്ഥിക്കാനുള്ള സമയം കിട്ടേണ്ടതുള്ളത് കൊണ്ട് ഞാനൊരു വിശദമായ വിശകലനത്തിലേക്ക് പോകുന്നില്ല. ഈ വാക്യത്തെ ശരിക്കും പഠനവിധേയമാക്കുമ്പോൾ രക്ഷ എന്ന പദത്തിന് ഗ്രീക്കില് സോറ്റീരിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനേതാണ്ട് 7ഓളം അർത്ഥങ്ങളുണ്ട്. ഞാൻ അത് ആദ്യം ഒന്ന് മെൻഷൻ ചെയ്യാം. പഠനഹൃദയത്തോടെ വചനം ശ്രവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളോടൊപ്പം ചേരുന്നു. അർത്ഥങ്ങൾ ഇവയാണ് എന്ന് പറഞ്ഞാൽ, ഈ സോറ്റീരിയ എന്ന പദത്തിന് വേദശാസ്ത്രം ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥങ്ങൾ: നോഹയ്ക്കും കുടുംബത്തിനും ലഭിച്ച രക്ഷ, എബ്രായർ 11:7. ശത്രുക്കളിൽ നിന്നുമുള്ള രക്ഷ, ലൂക്കോസ് 1:73. പാപങ്ങളിൽ നിന്നുള്ള രക്ഷ, റോമർ 10:1, 9, 10. അടിമത്വത്തിൽ നിന്നുള്ള രക്ഷ, അപ്പോസ്തല പ്രവൃത്തി 7:25. ജീവന്റെ സംരക്ഷണം എന്ന രക്ഷ, അപ്പോസ്തല പ്രവൃത്തി 27:34. പഴക്കം ചെന്ന ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നുള്ള രക്ഷ, അപ്പോസ്തല പ്രവൃത്തി 4:12, 3:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത് പൊതുവായ രക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ വിമോചനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗമാണ് പൊതുവായ രക്ഷ. അതിന് ധാരാളം റെഫറൻസ് ഉണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. അടുത്തത് മരണം ഉൾപ്പെടെ എല്ലാ ശാപത്തിൽ നിന്നും ഉള്ള അന്തിമമായ രക്ഷ. ഇങ്ങനെ ഏതാണ്ട് 7-8 അർത്ഥങ്ങൾ സോറ്റീരിയ എന്ന പദത്തിന്, രക്ഷ എന്ന പദത്തിന് വേദശാസ്ത്രം
അർത്ഥങ്ങൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി ഒരു നിർവചനം പറയാം. പാപമോചനം എന്ന വീണ്ടെടുപ്പിന്റെ പ്രഥമ പടിയാണ് രക്ഷ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും സമ്പൂർണ്ണ രക്ഷ. രക്ഷയെക്കുറിച്ചുള്ള പരാമർശം ഞാൻ ഇവിടെ നിർത്തുകയാണ്. സമ്പൂർണ്ണ രക്ഷ. പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും. അതിനൊക്കെ റെഫറൻസ് ഉണ്ട്. മരണഭീതിയിൽ അടിമകളായിരുന്നവരെ വിടുവിച്ചു എന്നുള്ള എബ്രായ ലേഖനത്തിലെ വാക്യമൊക്കെ ഇവിടെ വായിച്ചു വിശദീകരിക്കേണ്ടതാണ്. അപ്പൊ ഞാനത് വിശകലനം കുറയ്ക്കാൻ വേണ്ടിയാണ് വളരെ ചുരുക്കുന്നത്. അപ്പോ പാപത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും, മരണത്തിൽ നിന്നും മനുഷ്യവർഗത്തിന് ലഭിക്കുന്ന സമ്പൂർണ്ണ രക്ഷ. അപ്പൊ ശ്ലീഹ പത്രോസ് പറയുന്നത് ഈ രക്ഷ മനുഷ്യവർഗത്തിന് നൽകാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. ഈ വാക്യത്തെ, നമ്മുടെ കുറിവാക്യത്തെ പഠന സൗകര്യാർത്ഥം 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. 3 ഭാഗങ്ങളായിട്ട്. ഒന്ന്, ഈ 3 ഭാഗങ്ങളായി ഈ വാക്യത്തെ തരംതിരിച്ച് പഠിക്കാൻ കാരണം ഇന്നത്തെ നമ്മുടെ കേരളത്തിന്റെ ആധ്യാത്മിക അന്തരീക്ഷം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ സന്ദേശത്തിന്റെ പ്രസക്തി കുറെ കൂടെ മനസ്സിലാവും. ഈ ഡിസംബർ, ജനുവരി മാസങ്ങൾ എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം രക്ഷയ്ക്ക് വേണ്ടി, പാപശാന്തിക്ക് വേണ്ടി, സ്വർഗസായുജ്യത്തിനു വേണ്ടി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ആത്മാക്കൾ ഒഴുകുന്ന ഒരു സീസണാണ്. ഞാൻ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഇതിൽ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒന്നുകൂടെ പറയാം. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആധ്യാത്മിക ചരിത്രം ശ്രദ്ധിച്ചാൽ, പശ്ചാത്തലം പഠിച്ചാൽ, ഇത് രക്ഷയുടെ സീസണാണ്. രക്ഷയ്ക്ക് വേണ്ടി ആളുകൾ 500, 600, 700 കിലോമീറ്ററുകൾ നടന്ന് കേരളത്തിലേക്ക് വരുന്ന കാലം. ഞാൻ ഇന്നലെ മല്ലപ്പള്ളിക്കടുത്തുള്ള വെള്ളിയാമാവിലേക്ക് വണ്ടി ഓടിച്ചു പോകുമ്പോ വസുതിൽ എനിക്ക് സങ്കടം തോന്നി. ഒരു വെള്ളം കുടിക്കാൻ കടയിൽ കയറിയപ്പോ അതിന് സൈഡിൽ ഒരാൾ നിൽക്കുന്നു. കാലിന്റെ വെള്ള പൊട്ടിയിട്ട് രക്തമൊഴുകുകയാണ്. എന്റെ ബാഗിൽ 3-4 ടിഷ്യൂ കിടന്നത് കൊണ്ട് എനിക്കത് കണ്ടപ്പോ സഹിച്ചില്ല. ഞാൻ ആ ടിഷ്യൂ എടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. താങ്ക് യു സാർ. അപ്പൊ അദ്ദേഹം തമിഴനാണെന്ന് കൊടുത്തു. താങ്ക് യു സാർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ബ്ലഡ് ഒപ്പിക്കട്ടെ, മെഡിസിൻ വല്ലതും ഉണ്ടോ, ഫസ്റ്റ് എയ്ഡ് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. അദ്ദേഹത്തിന് ഇനിയും എത്രയോ കിലോമീറ്റർ നടക്കണം രക്ഷാസങ്കേതത്തിൽ എത്തണമെങ്കിൽ. ഞാൻ ദൈവമക്കളോട് ഈ വചനം ഇവിടെ പങ്കുവെക്കുമ്പോ നമ്മൾ ഇതിനകത്തിരുന്ന് കൈയടിക്കുകയും പാടുകയും ചെയ്ത് നമ്മൾ സന്തോഷിക്കുമ്പോ രക്ഷ തേടി അലയുന്ന ആത്മാക്കളെ കണ്ടില്ലെന്ന് നടിക്കരുത്. അവര് നമ്മുടെ രക്ഷകനെ അറിയട്ടെ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, പണം ചിലവഴിച്ച് ചിലർ ഫ്ലൈറ്റിലെത്തുന്നു, ചിലർ ട്രെയിനിലെത്തുന്നു,
ചിലർ ഉടമ്പടിയുടെ ഭാഗമായി നടന്നെത്തുന്നു. മനുഷ്യരെല്ലാം പാപശാന്തിക്ക് വേണ്ടി, സ്വർഗസായുജ്യത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി അലയുന്ന സീസണാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഈ സന്ദേശത്തിന്റെ പ്രസക്തി ചെറുതായി കണ്ടുകൂടാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു ആത്മയുദ്ധമാണ്. ജനത്തെ യഥാർത്ഥ രക്ഷാസങ്കേതത്തിലേക്ക് നയിക്കാതെ പണം അപഹരിച്ച് ജനത്തിന്റെ ആദായം കൈപ്പറ്റി ഫണ്ടുണ്ടാക്കുന്ന ഇന്നത്തെ മതമണ്ഡലത്തിന്റെ തെറ്റായ നടപടികൾക്കെതിരെ ഈ വചനത്തിന്റെ വാൾ ഇന്ന് രാത്രി ഉയരുന്നു ദേശത്ത്. നമ്മുടെ സ്ഥലത്തിന്റെ പേര് തന്നെ വാളകത്തുന്ന അല്ലേ? ഞാൻ പുനലൂരിന്ന് ശരിക്കും 2000 പഴന്തോട്ട സഭയുടെ ശുശ്രൂഷകനായിട്ട് വരുമ്പോ കൊട്ടാരക്കരയിൽ വളവുണ്ട്. അപ്പോ കുമ്പനാട് മുഖേന പഴന്തോട്ട സഭ ആവശ്യപ്പെട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. എനിക്ക് ഈ എറണാകുളം ഒരു പരിചയമില്ലാത്ത സ്ഥലമാണ്. ആകെ പോകെയും പരിചയമുള്ളത് പാസ്റ്റർ PC സാമുവേലാണ് എൻ്റെ ആത്മീക വളർത്തച്ഛൻ. അല്ലാതെ ആരെയും അറിയില്ല. എന്നോട് ചോദിച്ചവരോട് ഞാൻ പറഞ്ഞു വാളകമാണ്. അപ്പൊ അദ്ദേഹം ഒരു പ്രായമുള്ള ആളാണ്. ഓ ശരി, വാളകത്തല്ലേ എന്ന് അദ്ദേഹം ഞാൻ പറഞ്ഞത്. അത് രസമായി കാണണ്ട. ഇവിടെ ഇന്ന് രാത്രി ഈ ഇരുവൈത്തലയുള്ള വാൾ ചലിക്കും. അത് നമ്മൾ ഉദ്ദേശിക്കാത്ത മേഖലകളിലേക്ക്. കാരണം വചനത്തെ ആർക്കും തടയാൻ പറ്റത്തില്ല. പ്രസംഗകനെ പൂട്ടിയിടാം, പ്രസംഗിക്കുന്ന പള്ളി വേണമെങ്കിൽ മുദ്ര വെക്കാം, പക്ഷെ വചനത്തെ ബന്ധിക്കാൻ ആർക്കും കഴിയില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഈ സന്ദേശത്തിന്റെ, ഈ രക്ഷാസന്ദേശത്തിന്റെ പ്രസക്തി എത്രമാത്രം ഉണ്ട് ഇന്നത്തെ കേരള പശ്ചാത്തലത്തിൽ എന്നറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ദൈവമക്കൾ. അപ്പൊ ഈ വാക്യത്തെ പഠന സൗകര്യാർത്ഥം 3 ഭാഗങ്ങളായിട്ട് തിരിക്കുന്നു. ഒന്ന്, മറ്റൊരിടത്തും രക്ഷയില്ല. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഈ പഠനത്തിലേക്ക് പോകാൻ കാര്യം, ഏതെങ്കിലും പ്രത്യേക സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് രക്ഷയുണ്ടെന്ന പഠിപ്പിക്കൽ നമ്മുടെ രാജ്യത്തുണ്ട്. അതുകൊണ്ടാണ് ആളുകൾ പ്രത്യേക സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. വേറൊരു പഠിപ്പിക്കൽ, രക്ഷയോടുള്ള ബന്ധത്തിൽ വേറൊരു പഠിപ്പിക്കൽ ഭാരതത്തിലുള്ളത്, കേരളത്തിലുള്ളത്, എന്തെങ്കിലും വിശേഷ വസ്തുക്കളെ ദർശിക്കുന്നതിലൂടെയോ സ്പർശിക്കുന്നതിലൂടെയോ രക്ഷയുണ്ട് എന്ന പഠിപ്പിക്കൽ. അങ്ങനെ വിശേഷ വസ്തുക്കൾ സ്ഥാപിച്ചിട്ടുള്ള ഇടത്തേക്കും ജനപ്രവാഹമാണ്. ഞാൻ അതിന് ഒരു വേദപുസ്തക ചിന്ത പെട്ടെന്ന് പറഞ്ഞാൽ വിശദീകരിക്കാതെ, മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി മരുഭൂമി, ആ സർപ്പത്തെ നോക്കിയവർ രക്ഷ പ്രാപിച്ചതല്ലേ ബൈബിളിൽ? അവർ 3 ഇരുന്നില്ല, 7 ഇരുന്നില്ല, 21 ഇരുന്നില്ല. വിഷം കയറിയ, പാമ്പിൻ വിഷം കയറിയ ആളുകൾ എങ്ങനെയാ രക്ഷപ്പെട്ടത്? ആ സർപ്പദംശനമേറ്റ ആത്മാക്കൾ രക്ഷപ്പെട്ടത് ആ രൂപത്തെ നോക്കിയപ്പോഴാണ്. അതിന്റെ ചുവട് പിടിച്ചാണോ എന്തോ എനിക്കറിയില്ല. പ്രത്യേക വസ്തുക്കളുടെ ദർശനത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ രക്ഷയുണ്ട് എന്ന പഠിപ്പിക്കൽ ഭാരതത്തിലുണ്ട്. ഭാരതത്തിലെ സ്റ്റേറ്റുകളുടെ ആധ്യാത്മികത ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ, അപഗ്രഥിക്കാൻ ശ്രമിച്ചു നോക്കൂ, നിങ്ങൾക്ക് കൃത്യമായൊരു ഉത്തരം കിട്ടും. അങ്ങനെയുള്ള വസ്തുക്കൾ ചില സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോ രണ്ടാമത്തെ വിഭജനം എന്ന് പറയുന്നത്, മറ്റൊന്നിലും
രക്ഷയില്ല. ഹല്ലേലൂയ. മൂന്നാമത്തെ വിവചനം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഏതെങ്കിലും സിദ്ധന്മാരിലൂടെ അത്ഭുത സിദ്ധികൾ ചെയ്യുന്ന ആത്മീക ആചാര്യന്മാരിലൂടെ ആത്മാക്കൾക്ക് ആശ്വാസവും ശാന്തിയും ഉണ്ടാകും എന്ന പഠിപ്പിക്കൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലും അതിനുവേണ്ടി പ്രത്യേകം നോയമ്പ് എടുത്ത് സിദ്ധി ഉള്ള ചിലർ അവിടെ ഉപവിഷ്ടരാണ്. അവരെ സന്ദർശിക്കാൻ കേരളത്തിൽ നിന്നും ആളുകൾ പോകുന്നു. അപ്പൊ അങ്ങനെ ഒരു പഠിപ്പിക്കലുണ്ട്. പ്രത്യേക അത്ഭുത സിദ്ധികളുള്ള ആളുകളിലൂടെ ആത്മാക്കൾക്ക് രക്ഷയുണ്ട് എന്ന പഠിപ്പിക്കൽ. അപ്പോ പ്രത്യേക സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് രക്ഷയുണ്ട് എന്ന പഠിപ്പിക്കൽ. രണ്ട്, പ്രത്യേക വസ്തുക്കളുടെ സ്പർശനത്തിലൂടെയോ ദർശനത്തിലൂടെയോ രക്ഷയുണ്ട് എന്ന പഠിപ്പിക്കൽ. മൂന്ന്, പ്രത്യേക വ്യക്തികളിലൂടെ അത്ഭുത സിദ്ധിയുള്ള ആചാര്യന്മാരിലൂടെ ആശ്വാസവും സമാധാനവും സായുജ്യവും ലഭിക്കും എന്ന പഠിപ്പിക്കൽ. ഈ മൂന്ന് പഠിപ്പിക്കൽ നമ്മുടെ ഭാരതത്തിൽ, കേരളത്തിൽ മനുഷ്യവർഗത്തിന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ നിലവിലുള്ളത് കൊണ്ട് തന്നെ വേദപുസ്തക വെളിച്ചത്തിൽ നമ്മൾ ഈ കുറിവാക്യം ഇങ്ങനെ തന്നെ വിഭജിക്കുന്നു: മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും. ഹല്ലേലൂയ. കുറച്ചുകൂടെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചേനെ. കാരണം ഞാൻ ഇവിടെ നിൽക്കാതെ ഒന്ന് ഇറങ്ങുവോ, ഈ മേശക്കിട്ട് രണ്ട് തല്ല് തല്ലുവോ. മേശ എന്തോ വേണം, അത് പാവം തകരപ്പാട്ടയും കൊണ്ട് ഉണ്ടാക്കിയ സാധനമല്ലേ. അങ്ങനെ ഒരു ആവേശം ഉണ്ടാക്കാനുള്ള ആരോഗ്യം ഒന്നാമത് എനിക്കില്ല. പിന്നെ ഈ ആരോഗ്യം ഉപയോഗിച്ചുള്ള ആ ആവേശ തിമിർപ്പിന്റെ പിൻപിൽ ആത്മാവിന് പങ്കില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു ഉപദേശിയായതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പങ്കുവെക്കുന്ന ഈ സന്ദേശത്തിന്റെ ഗൗരവം അറിയാവുന്ന ദൈവമക്കൾ, അവൻ ഇടയ്ക്കൊക്കെ ഒരു സ്തോത്രം ചെയ്യുന്നത് നല്ലതാണെന്ന് മാത്രം പറയുകയാണ്. പിന്നെ ഞാനിങ്ങനെ കുറച്ച് ശാന്തമായി ഈ ഭാഗം പറഞ്ഞും പങ്കുവെച്ചും വരുന്നത് കൊണ്ട്, സ്തുതിപ്പിക്കാൻ സമയം എടുക്കാത്തത് കൊണ്ട് ചിലർക്കൊക്കെ ഒരു മയക്കം ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നു. ഇതിനോടകം 2-3 പേര് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയല്ല, അല്ലാതെ കണ്ണടച്ചു. എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം നമ്മുടെ കൺവെൻഷൻ ആയാലും, കൺവെൻഷനൊക്കെ ഇപ്പൊ ഉപവാസ പ്രാർത്ഥന പോലെ ആയിപ്പോയി. എനിക്കത് സങ്കടമുള്ളൊരു ഉപദേശം, ഞാൻ വിമർശിക്കുമല്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ സഭാഗോളി പ്രസംഗമുണ്ട്, ബൈബിൾ ക്ലാസ് ഉണ്ട്, കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്. എടാ, തിരക്കുള്ള ഒരു പാതയോരത്തൊരു സുവിശേഷ യോഗം വെച്ചാലും അതും കാത്തിരിപ്പിയോഗമായാൽ 1-2 പേരെ കണ്ണു വീഴ്ച പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉറങ്ങുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, സ്വന്തം വീട്ടിലെ കട്ടിലിൽ ഫാനിന്റെ കീഴിൽ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരാൾ നമ്മുടെ ഈ കൈയില്ലാത്ത പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നോണ്ട് ഉറങ്ങുമെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ വിടുതലാണ്. അവർ ഉറങ്ങി ആശ്വസിക്കട്ടെ. ബാക്കിയുള്ളവരൊക്കെ ഈ സന്ദേശത്തോടൊപ്പം യാത്ര ചെയ്യണം. കുറച്ചുപേരുടെ മുഖത്തെനിക്ക് നോക്കുമ്പോൾ ഉണ്ടല്ലോ, എനിക്കൊരാവേശമുണ്ട്. ആമേൻ. 2026 നിന്റെ സ്ഥിതി മാറ്റുമെന്നൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം ഈ കസേരയൊക്കെ ചെല്ലു തള്ളിയിടും. പക്ഷെ അതൊന്നും നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ പറയാം. പക്ഷെ ഈ യോഗത്തിൽ ഒരു ലക്ഷ്യമുണ്ട്. ഞാൻ ആത്മനിയോഗത്തോടെ ദൈവമക്കളോട് പറയുക,
വർഷങ്ങളായി വചനം വിളമ്പുന്ന ദേശമാണ്. ഇനി നമ്മുടെ നാട് ഇങ്ങനെ മുമ്പോട്ട് പോകുകയില്ല. ദേശത്തൊരു ചലനം, ദേശത്തൊരു ചലനം, ദേശത്തൊരു ചലനം ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് നമ്മുടെ വാക്യത്തിന്റെ ഒന്നാം ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. മറ്റൊരിടത്തും. അപ്പൊ ഏതെങ്കിലും വിശേഷാൽ നിശ്ചയിച്ചു വേർതിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ച് രക്ഷയുണ്ട് എന്ന പഠിപ്പിക്കൽ കേരളത്തിലുണ്ട്, ഭാരതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സത്യവചനത്തെ യഥാർത്ഥമായി നമുക്ക് സമർത്ഥിച്ച് സംസാരിക്കണമെങ്കിൽ ഈ ഭാഗം തെളിച്ചേ പറ്റൂ. എന്ത്? മറ്റൊരിടത്തും രക്ഷയില്ല. ആവർത്തന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് അതല്ലല്ലോ. ആവർത്തനം 34-ന്റെ 5-6. അങ്ങനെ യഹോവയുടെ ദാസനായ മോശ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവൻ അവനെ മോവാബ് ദേശത്ത് ബേത്പെയോരിനെതിരെയുള്ള താഴ്വരയിൽ അടക്കി. എങ്കിലും ഇന്ന് വരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല. മതി. ഈ വാക്യം ആര് ധ്യാനിച്ചാൽ ദൈവത്തോടൊരു അതൃപ്തി ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അത് നിങ്ങളെ വാക്യം ശ്രദ്ധിച്ചെങ്കിൽ നിങ്ങൾക്കും ഉണ്ടായിക്കണം, എനിക്കുണ്ടായി. മോശ മരിച്ചു. മോശയുടെ ശവശരീരം ദൈവം അടക്കി. അടുത്ത വാക്യം, ശവക്കുഴിയുടെ സ്ഥലം ഇന്ന് വരെ ആരും അറിയുന്നില്ല. വെറുപ്പ് തോന്നുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്നറിയോ? മോശയുടെ ഭാര്യയ്ക്ക് ആഗ്രഹമില്ലേ തന്റെ ഭർത്താവിന്റെ മുഖം, ആ ശവശരീരത്തിന്റെ മുഖം അവസാനമായി ഒന്ന് കാണാൻ? സിപ്പോറയ്ക്ക്. മോശയുടെ മക്കൾക്ക് ആഗ്രഹമില്ലേ അവരുടെ അപ്പന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കണ്ട് ഒരന്ത്യചുംബനം നൽകാൻ? മോശ നേതൃത്വം നൽകിയ ഇടവകയുടെ അംഗങ്ങൾക്ക് ആഗ്രഹമില്ലേ അവരുടെ ആത്മീയ അധ്യക്ഷന് ഒരു അന്ത്യോപചാരം അർപ്പിക്കാൻ, ഒരു റീത്ത് വെക്കാൻ? അത് മൗലിക അവകാശമല്ലേ? അതൊരു പൗരന്റെ സ്വാതന്ത്ര്യമല്ലേ? പക്ഷേ ഒരു സഭയുടെ, ഒരു കുടുംബത്തിന്റെ സകല മൗലിക അവകാശങ്ങളും ദൈവം ഇവിടെ ബ്ലോക്ക് ചെയ്യുകയാണ്. അതാ ഞാൻ പറഞ്ഞ വെറുപ്പ് തോന്നുന്നു. ധ്യാനിക്കുന്നവർക്കേ വെറുപ്പ് തോന്നുള്ളൂ, അല്ലാത്തവർക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഇനി ഇവിടെ ഞാൻ ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് എന്റെ മനസ്സിൽ തണുപ്പ് തോന്നിയ ഒരു കാര്യം ഞാൻ പറയട്ടെ. മോശയുടെ ഭൗതിക ശരീരം ദൈവം അടക്കി എന്ന് പറയുന്നത് ഞങ്ങളെപ്പോലെയുള്ള ഉപദേശിമാരുടെ ഹൃദയത്തിൽ ആനന്ദം തരുന്ന ഒരു കാര്യമാണ്. ദൈവമാണ് 40 വർഷം ശുശ്രൂഷിച്ച ആ ദൈവ മനുഷ്യന്റെ ശവസംസ്കാര ശുശ്രൂഷ ചെയ്തെന്ന് പറയുമ്പോ അതിനകത്തെ ദൂത് മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും അവഗണിക്കുന്നവരുടെ മുൻപിൽ, അകറ്റി നിർത്തുന്നവരുടെ മുൻപിൽ, ചോദ്യം ചെയ്യുന്നവരുടെ മുൻപിൽ നിനക്ക് മാത്രമേ ശുശ്രൂഷയുള്ളൂ, നിന്നെ മാത്രമേ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ളൂ എന്ന് പ്രവാചകി പെങ്ങളും ജ്യേഷ്ഠൻ അഹരോനും മുഖത്ത് നോക്കി ചോദ്യം ചെയ്തതാ. അപ്പൊ ചോദ്യങ്ങളുടെ മുൻപിൽ പകച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, അവഗണിക്കുന്നവരുടെ മുൻപിൽ, പരിഹസിക്കുന്നവരുടെ മുൻപിൽ ഇറങ്ങി നിന്ന് ഇതുപോലെ
അഭിഷക്തന്മാരെയും തന്റെ ജനത്തെയും ലോകത്തിൽ ആദരിക്കാൻ ഒരു ദൈവമുണ്ട്. ആത്മനിയോഗത്താൽ ഒരു ദൂത് പറയട്ടെ, 2026 ചില അസാധാരണമായ പരിഗണനയും ആദരവും ദൈവദാസന്മാർക്ക് ലഭിക്കാൻ പോകുന്ന വർഷമാണ്. ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്ന വർഷമാണ്. തലമുറകൾക്ക് ലഭിക്കാൻ പോകുന്ന വർഷമാണ്. അകറ്റി നിർത്തുന്നവർ അകറ്റി നിർത്തട്ടെ. ചോദ്യം ചെയ്യുന്നവർ ചോദ്യം ചെയ്യട്ടെ. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെങ്കിൽ, ഓ ഹല്ലേലൂയ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇടയിലുണ്ട് ഈ അടക്കത്തിന് ലോക്കൽ സഭയുടെ പാസ്റ്റർ ഒന്നും പോരെന്നൊക്കെയുള്ള ചിന്ത. അത് ഇവിടുന്നൊക്കെ കയറി വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. ആരും പിണമൊന്നും ചെയ്യരുത്. ഈ കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു അടക്കത്തിന് പോയി 12:30 ആയിട്ടും ഈ അടക്കാനുള്ളയാൾ, അപ്പൊ ലോക്കൽ സഭയുടെ പാസ്റ്റർ അടക്കിയ പുള്ളി അടങ്ങുകയല്ല കുഞ്ഞച്ചനെ. ഇതൊക്കെ നമ്മൾ എവിടുന്ന് കടമെടുത്തതെന്ന് അറിയത്തില്ല. അപ്പം പുറത്തിറങ്ങി നിന്ന് വിളിക്കുക, അച്ഛാ എവിടെത്തി? ഞാൻ പാമ്പാടി കഴിഞ്ഞതേ ഉള്ളൂ. എന്നറിയോ, രാവിലെ ഒരു കല്ലിടിയിലുണ്ടായിരുന്നു. 10:30 ഭവനപ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കഴിഞ്ഞേച്ചാണ് അടക്കാനായിട്ട് പുള്ളി വിട്ടുവരിക. ഈ എറണാകുളത്തെ ആരുടെയും കാര്യമല്ല പറയുന്നത്. ഇതൊക്കെ നമ്മളെ തലേ രാത്രി വീട്ടുകാർ ഉറക്കളച്ചിരിക്കുക. മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവന്നപ്പോ 8 മണി മുതൽ ഈ വീട്ടുകാര് ഈ പെട്ടിയുടെ അടുത്തിരിക്കുക. ഉറക്കളച്ച് കഷ്ടപ്പെട്ടിരിക്കുമ്പോ അടക്കാൻ ഒരാള് വരുന്നുണ്ടെന്ന്. അപ്പൊ അവിടം വരെ എത്തി നമ്മളും എന്ന് പറഞ്ഞ ചില വലിയ പുള്ളികൾ അടക്കിയാലേ ചിലരടങ്ങുള്ളൂ. അത്രയും പറഞ്ഞ് തൽക്കാലം ഞാൻ വിടുകയാണ്. ഞാൻ അതിനെയൊക്കെ ആത്മീയ പാപ്പരത്വം എന്ന് മാത്രമേ പറയൂ. ഓർഡിനേഷൻ ലഭിച്ച സകല ദൈവദാസന്മാരും എല്ലാ ശുശ്രൂഷകളും ചെയ്യാൻ പ്രാപ്തരായിരിക്കണം. പ്രാപ്തിക്കുറവ് പലയിടത്തും തെളിഞ്ഞത് കൊണ്ടാവാം ഭംഗിയായി ചെയ്യുന്ന ഒരാളെ തപ്പുന്നത് എന്നൊരു ചിന്തയും മനസ്സിൽ വേണം. ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെയോ നമ്മുടെ കേരളത്തിൽ എവിടെയോ നടന്നതാണ്. അച്ഛനാണ് മരിച്ചത്, സെമിത്തേരിയിലെ ശുശ്രൂഷയാണ്. അപ്പോ ഒടുവിലെ മണ്ണ് നുള്ളിയിടുന്ന ഭാഗമുണ്ടല്ലോ, നീയോ പിതാവെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് നമ്മൾ മണ്ണ് നുള്ളിയിടുമല്ലോ. അപ്പൊ തൊട്ടടുത്തിരുന്ന അമ്മച്ചിയുടെ ദേഹത്തേക്ക്, തൊട്ടടുത്തിരുന്ന് കരഞ്ഞോണ്ടിരുന്ന അമ്മച്ചിയുടെ ദേഹത്തേക്ക് ഈ ദൈവദാസൻ 2 നുള്ളും മണ്ണ് വാരിയിട്ടിട്ട് പറഞ്ഞു, നീയോ മാതാവേ പൊയ്ക്കൊള്ളുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അഭംഗി ഉണ്ടാകുമെന്ന ആശങ്കയിൽ നിന്നാണോ എന്നെനിക്കറിയത്തില്ല. അടക്കാൻ ദൂരെ ഒരാളെ നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ കാത്തിരിക്കുമ്പോ 1 മണി 1:30 മണിയാകുമ്പോൾ അടക്കുന്നയാൾ വരികയാണ്. അത്രയും പറഞ്ഞ തൽക്കാലം ഞാൻ ആ ഭാഗം വിടുന്നു. ചില തീരുമാനം എടുത്തതായിട്ടാണ് എനിക്ക് മുഖം കാണുമ്പോൾ തോന്നുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ അടങ്ങി അവിടെ കിടന്നാൽ മതി, ആരെങ്കിലും അടക്കട്ടെ. ഞാൻ പറഞ്ഞ ചിലർക്ക് വലിയ ക്രെഡിറ്റാ. ആരാന്നറിയാമോ ഞങ്ങളുടെ അപ്പച്ചനെ അടക്കിയ ആ ചോദ്യം ഞാൻ അടക്ക വെച്ച് നോക്കുമ്പോ മോശയ്ക്ക് ലഭിച്ച അംഗീകാരം എത്ര വലുതാണ്. എന്റെ ചോദ്യം മോശയുടെ ഭൗതിക ശരീരം ദൈവം എന്തുകൊണ്ട് സഭയുടെ അംഗങ്ങളെ കാണിച്ചില്ല? ഞാൻ സഭ എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഇസ്രായേലിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന മരുഭൂമിയിലെ സഭയെന്നാണ്. ലോകം കണ്ട ആദ്യത്തെ ഏറ്റവും വലിയ സമുദായത്തിന്റെ ഇടവകയുടെ പരമാധ്യക്ഷനായിരുന്നു മോശ. ആ മോശയാണ് മരിച്ചത്. ആ മോശ ഇത്രയും വലിയൊരു സഭയുടെ പരമാധ്യക്ഷൻ മരിച്ചു എന്ന് പറയുന്നത് ബഹുമാനക്കുറവാണെങ്കിൽ, ഞാൻ കണ്ണൂർ ജനിച്ചു വളർന്നയാളാണ്. ഞങ്ങളുടെ കണ്ണൂരൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ പറയാം, മോശ കവറടങ്ങി എന്ന് പറയാം. അതായിരിക്കും കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ്. കാരണം 30 ലക്ഷത്തിന്റെ ലീഡറാണ്. അല്ലെങ്കിൽ കാലം ചെയ്തു എന്ന് പറയാം, അല്ലെങ്കിൽ നാടു നീങ്ങി എന്ന് പറയാം. അപ്പൊ ലോകം കണ്ട
ആദ്യത്തെ ഏറ്റവും വലിയ ആധ്യാത്മിക സമൂഹത്തിന്റെ ആചാര്യൻ കബറടങ്ങി. പക്ഷേ ആ ശരീരം സഭക്കാരെ കാണിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല. കുടുംബക്കാരെ ദൈവം തന്നെ അടക്കി. ഇവിടെയാണ് ചോദ്യം ഉദിക്കുന്നത്. എന്തുകൊണ്ട്? മോശയെ പോലെയുള്ള ഒരു പ്രസിദ്ധനായ മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന് ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ പോലും അവസരം കൊടുക്കാതെ, നീതി നിഷേധമെന്ന് തോന്നാവുന്ന, പൗരത്വ ലംഘനമെന്ന് തോന്നാവുന്ന ഈ കർമ്മം ദൈവം ചെയ്തത് എന്തുകൊണ്ട്? പോട്ടെ, ദൈവം ചെയ്തു എന്നിരിക്കട്ടെ, ദൈവം അടക്കിയെന്നിരിക്കട്ടെ, ആ കല്ലറയെങ്കിലും എവിടെയാണെന്ന് കാണാൻ ദൈവം ആഗ്രഹിച്ചില്ല. ആരും കാണരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. എന്തുകൊണ്ടെന്നുള്ള ചോദ്യം പ്രസക്തമാണ്. ഞാനതിന് ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് മോശയുടെ ശവശരീരം ആരും കാണാതെ ദൈവം മറവ് ചെയ്തത്? ആ കല്ലറ ആരെയും കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ മോശയെ ഇസ്രായേൽ മക്കൾ ഒരു കാലം കഴിഞ്ഞപ്പോ ദൈവമായി കണ്ടു തുടങ്ങി എന്ന് ബൈബിളിലുണ്ട്. അഹരോൻ മോശയോടൊപ്പം സഹകാരിയായിരുന്നല്ലോ. 40 ദിവസത്തെ നോയമ്പിന്റെ ഭാഗമായി മോശ സീനായി പർവ്വതത്തിലേക്ക് കയറിപ്പോയപ്പോ മോശയുടെ അസാന്നിധ്യത്തിൽ ഇസ്രായേൽ മക്കൾ അഹരോനോട് ആവശ്യപ്പെടുന്നത് എന്താണെന്ന് വചനമറിയാവുന്നവർക്കറിയാം. ഇസ്രായേൽ സഭക്കാർ പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. എപ്പോഴാണ് സഭ ഇത് ആവശ്യപ്പെട്ടത്? മുമ്പിൽ അതുവരെ നടന്നു വന്ന മോശ സഭയുടെ മുമ്പിൽ നിന്ന് 40 നാളേക്ക് ദൈവത്തോടൊപ്പം സഹവസിക്കാൻ പർവ്വതത്തിലേക്ക് പോയ അവസരത്തിൽ ഇസ്രായേൽക്കാർ പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഞങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. നിങ്ങൾ ഓർക്കണം, ഈ ആവശ്യം ജനം അഹരോനോട് അവതരിപ്പിക്കുമ്പോ സ്വർഗത്തിലെ ദൈവം സീനായി പർവ്വതത്തിൽ താൻ തന്റെ കൈ കൊണ്ട് ചെത്തിയുണ്ടാക്കിയ കൽപ്പനകയിൽ ഒന്നാമത്തെ കൽപ്പന എഴുതിക്കൊണ്ടിരിക്കുക, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ഞാനല്ലാതെ ഒരു അന്യ ദൈവം നിങ്ങൾക്കുണ്ടാകരുതെന്ന് ഒന്നാം കൽപ്പന കൽപ്പലകയിൽ എഴുതിക്കൊണ്ടിരിക്കുന്നു. മലമുകളിൽ താഴ്വരയിൽ അതിന്റെ നഗ്നമായ ലംഘനത്തിനുള്ള കളമൊരുങ്ങുന്നു. ജനം പറയുകയാണ്, ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ഒരു ദൈവത്തെ ഉണ്ടാക്കണം. മനുഷ്യ ദൈവങ്ങളുടെ ആവിർഭാവം ഇവിടം മുതലാണ് ബൈബിൾ ചരിത്രത്തിൽ നമ്മൾ കണ്ടു തുടങ്ങുന്നത്. ആ സമ്പ്രദായം ഇന്നും തുടരുകയാണ്. കേരളത്തിൽ, ഭാരതത്തിൽ മനുഷ്യ ദൈവങ്ങളുടെ അതിപ്രസരമാണ് എന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോ ഇസ്രായേൽ മക്കൾ മോശയെ ദൈവമായി കണ്ടു എന്നുള്ളതിന്റെ പച്ചയായ തെളിവാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്തുകൊണ്ടാവാം ഇസ്രായേൽക്കാർ അഥവാ മോശയുടെ ഇടവകാംഗങ്ങൾ മോശയെ ദൈവമായി കണ്ടത്? 1-2 കാര്യം ഞാൻ പറയാം. ഒരാളെ ദൈവമായി കാണാൻ അധികം താമസമൊന്നും വേണ്ട. മോശ ചെങ്കടലിൽ
വടി നീട്ടിയപ്പോഴാണ് ഈ ലക്ഷക്കണക്കിന് ആളുകൾക്ക് മറുകരയെത്താൻ വഴി തുറന്നത്. ഇസ്രായേൽ മക്കളും നോക്കി നിൽക്കുകയല്ലേ. ചെങ്കടലിനെ നേരിടുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ചെങ്കടലിൽ വഴി തുറന്നത് എപ്പോഴാ? അവർക്ക് അവിടെ നടന്ന സംഭവത്തിന്റെ കൃത്യമായ കാര്യങ്ങളൊന്നും അറിയില്ല. യെശയ്യാ പ്രവചനത്തിൽ 63-ാം അധ്യായത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, മോശയുടെ കൈ അല്ല, മോശയുടെ കയ്യിലിരുന്ന വടിയുമല്ല വഴി തുറന്നത്, യഹോവയുടെ ഭുജം മോശയുടെ കൈക്കൽ ചെല്ലുമാറാക്കി. അപ്പൊ മോശ കൈനീട്ടി നിന്നതേ ഉള്ളൂ, അവിടെ വഴി തുറന്നത് സർവശക്തനായ ദൈവമാണ്. വഴി തുറന്നവന്റെ സാന്നിധ്യം ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവമക്കൾ അറിയാതെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ വഴി മുട്ടി നിന്ന എത്രയോ ഘട്ടങ്ങളിൽ ശത്രു വഴി അടച്ച് ഒരു ചുവട് പോലും മുമ്പോട്ട് വിടാതെ നമ്മെ തടഞ്ഞു വെച്ച ഇടങ്ങളിൽ നമുക്ക് വേണ്ടി ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വഴി തുറന്നവന്റെ കരുത്തും കരചലനവും ഓർക്കുമ്പോ അന്തരംഗം ആവേശം കൊണ്ട് നിറയുന്നെങ്കിൽ അപ്പൊ ഇസ്രായേൽ മക്കൾ, അതാ ഞാൻ പറഞ്ഞേ, ഇസ്രായേൽ മക്കൾക്ക് ഇതിന്റെ കഥ അറിയില്ല, യാഥാർത്ഥ്യം അറിയില്ല. അവര് നോക്കിയപ്പോ എങ്ങനെ വഴി തുറന്നു? അവരുടെ ദൈവദാസൻ വടി നീട്ടി വഴി തുറന്നു. അന്നേ ഇവരുടെ മനസ്സിൽ കയറി, ഞങ്ങളുടെ ആത്മീയ ആചാരി, ഞങ്ങളുടെ സഭയുടെ പരമാധ്യക്ഷൻ ചില്ലറക്കാരനല്ല, ഒരു വടി കൊണ്ട് വഴി തുറക്കും. ഇതുപോലെ ഇന്നത്തെ തലമുറയിൽ ഒരാളെ ദൈവമായിട്ട് കാണാൻ നമുക്കൊന്നും അവിടെ നമുക്ക് നിൽക്കാൻ നേരമില്ല. ഒരു ചിന്ത കൂടെ ഞാൻ പറയാം. മാറായിൽ വെള്ളം കയ്പുള്ളതായി, അത് കുടിക്കാൻ നിവൃത്തിയില്ല. ദൈവം വെച്ച പ്രതിവിധി എന്താണ്? അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിടാനാണ്. കയ്പ് നിമിത്തം കരഞ്ഞുകൊണ്ട് നിന്ന ജനം അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കണ്ടത്. അവരുടെ സഭയുടെ പരമാധ്യക്ഷൻ ഒരു വൃക്ഷക്കൊമ്പ് വെട്ടിക്കൊണ്ട് വരുന്നു, ആ കമ്പ് വെള്ളത്തിലിടുന്നു, വെള്ളം സ്ക്വാഷായി മാറുന്നു, മധുരമുള്ളതായി മാറുന്നു. ഇതും കൂടൊക്കെ കഴിഞ്ഞപ്പോ സഭക്കാർ ഉറപ്പിച്ചു, ഞങ്ങളുടെ ദൈവദാസൻ വലിയ സിദ്ധനാണ്, വടി കൊണ്ട് വഴി തുറക്കുന്നയാളാണ്, കമ്പുകൊണ്ട് കയ്പ് മാറ്റുന്നയാളാണ്. അപ്പൊ സഭക്കാരുടെ അകത്ത് അങ്ങനെ കയറി പറ്റിയ ചിന്തയാണ് എന്ത്? മോശ ദൈവമാണ്. അപ്പൊ മോശയിൽ ഒരു ദൈവീക പരിവേഷം നൽകിയത് അന്നത്തെ സഭയാണ്, അന്നത്തെ സമുദായമാണ്. ഇതാര് കാണുന്നുണ്ട്? സ്വർഗത്തിലെ ദൈവം ഇത് കാണുന്നുണ്ട്. ദൈവം തമ്പുരാൻ അന്നേ പ്ലാൻ ചെയ്തു. ഈ മോശയുടെ കല്ലറ ഇസ്രായേൽ മക്കൾ കാണുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ കല്ലറ വെറും മോശയുടെ കല്ലറയല്ല, ആ കബറിടം ഇസ്രായേൽ സഭയുടെ പരമാധ്യക്ഷൻ അഥവാ അവരുടെ ദൈവം അന്ത്യവിശ്രമം കൊള്ളുന്ന കല്ലറയാണ്. ഇസ്രായേൽ ഈ നെഹുഷ്ടാന്റെ ചരിത്രമൊക്കെ പഠിച്ചാലേ നമുക്കത് തെളിയിക്കാൻ പറ്റുള്ളൂ, സമയമില്ല. ഇസ്രായേൽ മക്കളുടെ രീതിയൊക്കെ നമ്മൾ പഠിച്ചാലേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ആ ഭാഗം പെടുന്നു. ദൈവത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇന്നല്ലെങ്കിൽ നാളെ ഈ കല്ലറ ഇസ്രായേൽ മക്കൾ കണ്ടാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഈ കല്ലറ സന്ദർശനത്തിന് ഇസ്രായേൽ സഭക്കാര് ഒരു ദിവസം നിശ്ചയിക്കും. കാരണം ദൈവമാണല്ലോ അവിടെ കിടക്കുന്നത്. ആരും അന്വേഷിക്കാൻ പറഞ്ഞില്ല, ഞാൻ വചനം മാത്രമല്ല. അല്ലെങ്കിൽ പിന്നെ കല്ലറ ദൈവം കാണിക്കാതിരുന്നത് എന്താണെന്ന് നിങ്ങൾ എന്നോട് യോഗം കഴിയുമ്പോ പറ, അടുത്ത യോഗത്തിൽ ഞാനത് പറഞ്ഞോളാം. ദൈവത്തിന് മനസ്സിലായി ഈ, കാരണം ദൈവം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്, സമാധി സ്ഥലമാണ്, സമാധി അടഞ്ഞ സ്ഥലമാണ്. വഴി തുറക്കാനും കയ്പ് മാറാനും രക്ഷപ്പെടാനും ഈ കല്ലറ സന്ദർശനത്തിന്
ഒരു ദിവസം നിശ്ചയിക്കുമെന്നും യഥാർത്ഥ രക്ഷകനിൽ നിന്ന് ജനത്തെ പിശാച് മറ്റൊരു സുവിശേഷത്തിലേക്ക് വശീകരിക്കുമെന്നും ദൈവത്തിന് മനസ്സിലായി. രാത്രി വചനം കേൾക്കുന്ന പ്രിയരെ, ഏതെങ്കിലും സിദ്ധന്മാർ, ഏതെങ്കിലും ആചാര്യന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന, അടഞ്ഞു കിടക്കുന്ന കല്ലറ കേന്ദ്രീകരിച്ചല്ല മനുഷ്യവർഗത്തിന്റെ രക്ഷ. മൂന്നാം നാൾ, ഓ ഹല്ലേലൂയ, മൂന്നാം നാൾ കല്ലറയെ ഭേദിച്ച് അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ഇവിടെ നിന്നൊന്ന് ആരാധിച്ച കൊള്ളാമെന്നൊക്കെ ഉണ്ട്. ദൈവമക്കളെ, അടഞ്ഞു കിടക്കുന്ന ഏതെങ്കിലും സിദ്ധന്മാരുടെ കല്ലറ സന്ദർശിച്ചല്ല നമ്മൾ രക്ഷ പ്രാപിച്ചത്. മരണത്തെയും പാതാളത്തെയും വെല്ലുവിളിച്ചുകൊണ്ട് ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിലൂടെയാണ് രക്ഷ. മോശയുടെ ശവശരീരം ദൈവം അടക്കിയതിന്റെ ആ കല്ലറ ആരും കാണരുത് എന്ന് ദൈവം ഇച്ഛിച്ചതിന്റെ വേദശാസ്ത്ര വെളിച്ചത്തിലുള്ള കൃത്യമായ ഉത്തരം ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറിവാക്യത്തിന്റെ 1-ാം ഭാഗം ഇവിടെ ഞാൻ നിർത്തുന്നു. 1-ാം ഭാഗം, ഒരിടത്തും മറ്റൊരിടത്തും. ആമേൻ. എന്നോട് ദൈവാത്മാ പറയുന്ന ഈ വാളുണ്ടല്ലോ, തിരിഞ്ഞും മറിഞ്ഞും വെട്ടുന്നുണ്ട്. ആമേൻ. പ്രത്യേക സ്ഥലത്തെ സന്ദർശിച്ച് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് പണം സ്വരൂപിച്ച് നടന്നും യാത്ര ചെയ്ത് വണ്ടിക്കുമൊക്കെ രക്ഷയ്ക്കായി അലയുന്ന കേരള ജനത അലയുന്ന ഭാരത മക്കൾ അലയുന്ന ഈ സീസണിൽ കൃപ പ്രാപിച്ച ദൈവമക്കൾ, യഥാർത്ഥ രക്ഷകനെ അറിഞ്ഞ ദൈവമക്കൾ ഉറക്കെ പറയും, മറ്റൊരിടത്തും രക്ഷയില്ല. ഹല്ലേലൂയ. അടുത്ത 2 ചിന്തകൾ പെട്ടെന്ന് പറയേണ്ടതുണ്ട്, സമയം മുമ്പോട്ട് പോകാം. രണ്ടാമത്തെ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും വിശേഷപ്പെട്ട വസ്തുക്കളുടെ ദർശനത്തിലൂടെയോ സ്പർശനത്തിലൂടെയോ രക്ഷയുണ്ടെന്ന് പഠിപ്പിക്കൽ. ഇതൊക്കെ തൃശ്ശൂർ ജില്ലയിലേക്കൊക്കെ പോയാൽ ഞാൻ ഈ പറയുന്ന ആശയത്തിൻ്റെയൊക്കെ കൃത്യമായ അർത്ഥം നിങ്ങൾക്ക് കാണാൻ പറ്റും. സൂക്ഷിച്ചു പോകണമെന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. മറ്റൊന്നിലും, 2-ാം ഭാഗമാണ്, മറ്റൊന്നിലും രക്ഷയില്ല. പെട്ടെന്ന് ഞാനൊന്ന് സമർത്ഥിക്കാം. ഈ 12 സംവത്സരം രക്തസ്രവക്കാരിയായിരുന്ന സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടപ്പോഴാണ് സൗഖ്യമായത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആ സ്ത്രീ പിന്നീട് അവിടെ നിന്നില്ല, പുരുഷാരത്തിൽ മറഞ്ഞെന്നാണ്. എന്ന് പറഞ്ഞാൽ അവൾക്ക് ആവശ്യം രക്ഷയായിരുന്നു. അത് സൗജന്യമായിട്ട് കിട്ടി. അത് കിട്ടിയ മാർഗം ഏതായിരുന്നു? ഈശോയുടെ വസ്ത്രത്തെ തൊട്ടപ്പോഴാണ് അവൾക്ക് സൗഖ്യമായത്. എന്നാൽ യേശുവെ സ്തോത്രമെന്നോ യേശുവെ നന്ദിയെന്നോ യേശുവെ സ്തുതി എന്നോ ഒരു വാക്ക് മുന്നേ വന്ന് പറയാൻ ഈ സഹോദരി നിന്നില്ല. അങ്ങനെയുള്ള ഒരു വാളകത്ത് ഒരുപാട് പേരുണ്ടെന്ന എന്റെ കണക്കെടുപ്പിൽ ഞാൻ അറിഞ്ഞത്. എല്ലാവർക്കും രക്ഷ വേണം, പക്ഷെ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വരികയില്ല. ഏതെങ്കിലുമൊക്കെ യോഗത്തിൽ ഒളിച്ചും പാത്തുമൊക്കെ പോയി പാവപ്പെട്ട ദൈവമക്കളും ദൈവദാസന്മാരും പ്രാർത്ഥിച്ച് വിടുതലുണ്ടാവും, പക്ഷെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടായ്മയുടെ ഭാഗമാകത്തില്ല. അപ്പൊ ഈ സഹോദരി ഏത് പോളിസിക്കാരിയാണ്? എവിടെയായാലും എന്നാ പാസ്റ്ററെ, നിൽക്കുന്നിടത്ത് തന്നെ നിന്നാൽ മതി. അതൊരു വലിയ ആത്മീയതയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട്, നിൽക്കുന്നിടത്ത് നിൽക്കരുത്.
ഇപ്പൊ ഈ റോഡുകളുടെ എന്ത് തിരക്കാ, ഈ റോഡിന്റെ നടുക്ക് കയറി നിന്നോണ്ട് നിൽക്കുന്നിടത്ത് തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞ വിവരം അറിയും. ഒരല്പം മാറി നിൽക്കാനേ ഞങ്ങൾ പറയുന്നുള്ളൂ, പരുക്കുണ്ടാകാതിരിക്കാൻ. നിൽക്കുന്നിടത്ത് തന്നെ നിന്നാ മതിയായിരുന്നു അബ്രഹാമിന്. പക്ഷെ ദൈവം വിളിച്ചപ്പോ ആ വിളിയോട് അബ്രഹാം അനുസരിച്ച് ഇറങ്ങുകയായിരുന്നു. ഒന്നുകൂടെ പറഞ്ഞു നിർത്തട്ടെ ആ ഭാഗം. നിൽക്കുന്നിടത്ത് നിൽക്കുന്നതല്ല ശരി, നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നതാണ് ശരി. ആരാധിക്കുന്നത് പോലെ ആരാധിച്ചു പോകുന്നതല്ല ശരി, ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കുന്നതാണ് ശരി. ഈ സഹോദരി പോയപ്പോ, പുരുഷാരത്തിൽ മറിഞ്ഞപ്പോ യേശു തിരിഞ്ഞൊരു ചോദ്യം ചോദിച്ചു, എന്റെ വസ്ത്രം തൊട്ടതാണ്. അത് അന്നത്തെ ശിഷ്യന്മാർ അത് ഭയങ്കര ചർച്ചയുള്ളവർ. എനിക്കതൊക്കെ വിശദീകരിച്ചാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷെ വാളകം അത് എത്ര വിശദീകരിക്കേണ്ട കാര്യമില്ല. കാരണം പോട്ടെ, ശിഷ്യന്മാർ ഇത് ചർച്ചയ്ക്കെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞാൽ കമ്മിറ്റിയിൽ വെച്ചു. ഇങ്ങനെ യേശു ശിഷ്യന്മാർ പറഞ്ഞു, എന്തൊരു ചോദ്യം, ഇത്രയും ജനം ഇവിടെ മുട്ടി ഉരുമി തട്ടി ഒട്ടി നിൽക്കുമ്പോ തൊട്ടതാരാണ്? എന്തൊരു ചോദ്യമാണ്. യേശു അതിന് ഉത്തരം കൊടുത്തത് എന്താണെന്ന് അറിയാമല്ലോ. തട്ടിയതോ മുട്ടിയതോ ആരാന്നല്ല യേശു ചോദിച്ചത്, എന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ സ്ത്രീ തൊട്ടതാരാന്ന് യേശുവിന് അറിയാമേ, ഈ വസ്ത്രം തൊട്ടതാരാന്ന് യേശുവിന് അറിയാമേ. ഇങ്ങനെ ചില പ്രയോഗങ്ങൾ ബൈബിളിലുണ്ട്. തൊട്ടതാരാണെന്നറിയാമായിട്ടും തൊട്ടതാരെന്ന് ചോദിച്ച യേശുവിന്റെ ചോദ്യത്തിൽ ആഴം കൂടുതലാണ്. 38 വർഷമായി പക്ഷപാത രോഗിയായി കുളക്കരയിൽ കിടന്നവനോട് അവനെ പോലെ മനസ്സുള്ള ആരെയും ഞാൻ അവിടെ കണ്ടില്ല. അവൻ തന്നെ പറയുന്നുണ്ട്, കുളം കലക്കുമ്പോ, ദൂതം വന്ന് കുളം കലക്കുമ്പോ ഞാൻ തനിയെ ചെല്ലാൻ ശ്രമിക്കുന്നു, പക്ഷെ മറ്റൊരാൾ എനിക്ക് മുമ്പേ ഇറങ്ങും. അവനെ പോലെ മനസ്സുള്ള ആരും അവിടെ ഇല്ല. മനസ്സുള്ളവനോട് യേശു ചോദിച്ച ചോദ്യം എന്താ? സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്നാണ്. അതിന്റെയൊക്കെ മനഃശാസ്ത്രം വലുതാ. എങ്കിലും ഈ 2026 പ്രവേശിച്ച ദൈവമക്കളോട് ഒരു ചിന്ത ഞാൻ പറഞ്ഞോട്ടെ. അവിടെ നിന്ന് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിച്ചതിന്റെ അർത്ഥം, കുഞ്ഞെ, നീ ഇന്നും കുളത്തിലേക്ക് കണ്ണും നട്ടിരിക്കുക. കുളത്തിൽ ഇറങ്ങി അല്ല നിന്റെ സൗഖ്യം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ നേരിട്ട് നിന്നെ വിടുവിക്കാൻ വന്നതാ. അപ്പൊ യേശു ചോദിച്ചതിന്റെ അർത്ഥം, കുളത്തിൽ ഇറങ്ങാതെ നിലവിലുള്ള സിസ്റ്റം നിന്നെ സപ്പോർട്ട് ചെയ്യാതെ മാറി നിൽക്കുമ്പോ നിന്നെ വിടുവിപ്പാൻ ഞാൻ നേരിട്ട് വന്നതാ. അതിന് മനസ്സുണ്ടോ എന്നാ ചോദ്യം. ഹല്ലേലൂയ. ഞാൻ ആത്മനിയോഗത്തെ പറയട്ടെ, അനുഭവത്തിൽ ഒരു പ്രതിസന്ധിയും ഒരു പരിധി കവിഞ്ഞ കാലം നമ്മുടെ മേൽ വാഴാൻ നമ്മുടെ കർത്താവ് അനുവദിക്കത്തില്ല. അതിനൊക്കെ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വിടുതലിന്, നമ്മുടെ മേൽ വെളിപ്പെടേണ്ട ദൈവ പ്രവർത്തിക്ക് കർത്താവ് ഒരു അവധി വെച്ചിട്ടുണ്ട്. അപ്പൊ യേശു ചോദിച്ചതിന്റെ അർത്ഥം ഞാനൊന്ന് വ്യക്തമാക്കട്ടെ. വസ്ത്രം തൊട്ടപ്പോഴാണല്ലോ സൗഖ്യമായത്. അപ്പൊ യേശുവിനേക്കാൾ സ്ത്രീക്ക് കൂടുതൽ അടുപ്പം എന്തിനോടാണ്? ഈ വസ്ത്രത്തോടാണ്. ഇന്നത്തെ ട്രെൻഡ് അനുസരിച്ച് പറഞ്ഞാൽ ഈ സ്ത്രീ അവിടുന്ന് പോന്നപ്പോ, ഇതെന്റെ ഭാവനയാണ്, തിരക്കിനിടയിൽ ഇപ്പൊ ശൗലിന്റെ വസ്ത്രാഗ്രം ദാവീദ് മുറിച്ചെന്ന് ബൈബിളിലുണ്ടല്ലോ, അതിന്റെ തണല് പിടിച്ച് ഞാൻ പറയുകയാണ്. തിരക്കിനിടയ്ക്ക് ഈ സിസ്റ്റർ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഈ വസ്ത്രത്തെ തൊട്ടപ്പോഴാണല്ലോ ബാധ മാറി സ്വസ്ഥയായത്. യേശുവിന് മനസ്സിലായി ഈ സിസ്റ്റർ പുതിയ സഭ തുടങ്ങും. ആ യേശുവിന്റെ വസ്ത്രം എന്ന് പറയുമ്പോൾ തിരുവസ്ത്രമല്ലേ? ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഈ വസ്ത്രം കൊണ്ട് സ്ഥാപിക്കും. എന്നിട്ട് സഹോദരി ഒരു നോട്ടീസ് ഇറക്കും, തിരുവസ്ത്ര ദർശനത്തിലൂടെയും സ്പർശനത്തിലൂടെയും രക്ഷ. അല്ല, അവക്കതേ പറയാൻ പറ്റൂ, കാരണം അവക്ക് തുണിയെ തൊട്ടപ്പോഴാണ് രക്ഷ കിട്ടിയത്. ഇപ്പം മനസ്സിലായോ തൊട്ടതാരം യേശു ചോദിച്ചതിന്റെ അർത്ഥം? കുഞ്ഞെ, ഈ വസ്ത്രമല്ല നിന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്നത്, എന്റെ ഉള്ളിൽ നിന്ന്. കണ്ടോ, എന്റെ ഉള്ളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു.
യേശുവിന്റെ രക്ഷണ്യ ശക്തി തന്നിൽ നിന്ന് പുറപ്പെട്ടാണ് അവൾ വിടുവിക്കപ്പെട്ടതെന്ന് അവളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യേശു ചോദിച്ചതിന്റെ അർത്ഥം. അങ്ങനെയാണ് ഞാൻ ഉറക്കെ പറയുന്നു, മറ്റൊന്നിനും സിദ്ധന്മാരുടെയോ ശക്തന്മാരുടെയോ അത്ഭുതങ്ങൾ ചെയ്യുന്നവരുടെയോ എന്തെങ്കിലും ശേഷിപ്പോ വസ്ത്രാഗ്രഹമോ പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് പ്രദർശിപ്പിച്ച് അതിന്റെ ദർശനത്തിലൂടെയും സ്പർശനത്തിലൂടെയും ആത്മാക്കൾക്ക് രക്ഷയുണ്ടെന്ന് പഠിപ്പിച്ച് ജനത്തിന്റെ ആദായം അപഹരിച്ച് യഥാർത്ഥ രക്ഷകനിൽ നിന്നും രക്ഷയിൽ നിന്നും ജനത്തെ വലയ്ക്കുന്ന തെറ്റായ ഉപദേശത്തിനെതിരെയാ യേശു വന്ന് ശബ്ദിച്ചത്. മറ്റൊന്നിലും രക്ഷയില്ല. മൂന്നാമത്തെ ചിന്ത, പത്രോസ് പറഞ്ഞ വാക്യം, മറ്റൊരുത്തനിലും രക്ഷയില്ല. ശ്രദ്ധിച്ചേ, ഉയർന്ന മലയിലേക്കൊന്ന് നോക്കിക്കേ. യേശുവും പത്രോസും യാക്കോബും യോഹന്നാനും പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. ഇവര് 3 പേരും ഉറങ്ങി. ആ ഭാഗമൊക്കെ നമുക്ക് നല്ല പരിചയമുണ്ട്. ഈ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചാൽ ഇവർ ഒരു സ്ഥലത്തും പ്രാർത്ഥിച്ചു എന്നുള്ളതിന് തെളിവില്ല. ആകെ 2 പ്രാർത്ഥനയ്ക്ക് യേശു ശിഷ്യന്മാരെ കൊണ്ടുപോയിട്ടുള്ളൂ. അതെല്ലാവരെയും കൊണ്ടുപോയുമില്ല. ഈ 2 സ്ഥലത്തും ഇവർ മാന്യമായി ഉറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത്. ഉറക്കത്തിലിടയ്ക്ക് ഇപ്പോഴോ ആവാം 2 സിദ്ധന്മാരവിടെ വന്നു. ഒന്ന് മോശയും ഒന്ന് ഏലിയാവും. ഇവരെ 3 പേരെ ഒന്ന് പഠിച്ച്. മോശ വെള്ളത്തിൽ അത്ഭുതം ചെയ്തയാളാണ്. ഏലിയാവ് വെള്ളത്തിൽ അത്ഭുതം ചെയ്തയാളാണ്. യേശുവും വെള്ളത്തിൽ അത്ഭുതം ചെയ്തയാളാണ്. ഉണർന്ന പത്രോസ് പറയുകയാണ്, ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, നമുക്ക് 3 കുടിലുണ്ടാക്കാം. കണ്ടോ, പത്രോസിന്റെ സുവിശേഷം എന്തുവാ? പത്രോസ് പുതുതായി തുടങ്ങാൻ ഉദ്ദേശിച്ച സുവിശേഷ ഉപദേശം എന്താണ്? എക്യൂമിനിക്കലാണ്. എന്ന് പറഞ്ഞാൽ രക്ഷ യേശുവിൽ മാത്രമല്ല, മോശയിലുണ്ട്, ഏലിയാവിലുണ്ട്, യേശുവിലുണ്ട്. അപ്പൊ 3 രക്ഷകന്മാരുടെ കുടില് മലയിൽ പണിയാനാണ് പദ്ധതി. ആരും അല്ലയോ പറഞ്ഞില്ല. നിങ്ങളെ ഭാഗം ഒന്ന് മനസ്സിൽ ധ്യാനിക്കണം. ദൈവത്തിന് മനസ്സിലായി ദുരന്തം നടക്കാൻ പോവാ, അപകടം നടക്കാൻ പോവും, മഹാദുരന്തം. സ്വർഗം ഇടപെട്ടു. പെട്ടെന്നൊരു മേഘം ആ മലയെ മുഴുവൻ മൂടി. എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്ഷണ്യ ശക്തിയെ കുറച്ചു കാണിക്കുന്ന, മറ്റ് സിദ്ധന്മാരിലൂടെയും രക്ഷയുണ്ടെന്ന് വരുത്തി തീർക്കുന്ന പിശാചിന്റെ തന്ത്രം മനസ്സിലാക്കിയ ദൈവം ഒരു മേഘം കൊണ്ട് ആ മല മൂടി. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇവനല്ല, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പി. അടുത്ത വാക്യം എന്താ? അവർ ചുറ്റും നോക്കിയാറെ യേശുവിനെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല. അന്ന് മലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് പത്രോസിന് ഒരു കാര്യം മനസ്സിലായി, മറ്റൊരുത്തനിലും രക്ഷയില്ല. അത്ഭുതം ചെയ്യുന്ന മോശയിലോ അത്ഭുതം ചെയ്യുന്ന ഏലിയാവിലോ സിദ്ധന്മാരിലോ അല്ല രക്ഷ. രക്ഷ യേശുവിലത്രേ. അങ്ങനെ സുവിശേഷത്തിന്റെ പുതിയ വാതായനം അകത്ത് തുറന്നു കിട്ടിയവനായിട്ടാണ് ആ മലയിറങ്ങി വന്നത്. ദൈവം ബ്ലോക്ക് ചെയ്തു. കാരണം ഈ 3 രക്ഷകന്മാർ ആ മലയിൽ കൂടിയിരുന്ന രക്ഷ പ്രാപിക്കാൻ വരുന്നവരൊക്കെ ജില്ല വിട്ടും സ്റ്റേറ്റ് വിട്ടും എവിടെ എത്തണം? രക്ഷകൻ ഇരിക്കുന്നിടത്തെത്തണം. അത് ചെറിയ പണിയല്ല. 3 രക്ഷകന്മാരുടെ കൗണ്ടറാ മലയിലുള്ളത്. എന്ന് പറഞ്ഞാൽ ക്യൂ അനുസരിച്ച് രക്ഷകനെ സമീപിക്കാം, പൈസ അടയ്ക്കാം, കാര്യം സാധിച്ച് മടങ്ങിപ്പോരാം. എന്റെ ദൈവം അത് തടഞ്ഞെങ്കിൽ, ആമേൻ, മനുഷ്യവർഗത്തിന്റെ രക്ഷ 2026 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ ഗിരിത്തളത്തിൽ, ആമേൻ, ആമേൻ, 2 കള്ളന്മാരുടെ നടുവിൽ ഭൂലോകത്തിന്റെ മധ്യപ്രദേശത്ത് യെരൂശലേമിന്റെ മധ്യഭാഗത്ത് മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിലൂടെ അത്രേ
യേശു ക്രിസ്തുവിൽ വിശ്വസിക്ക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ചില കുടിയിരിപ്പ് മേഖലകളെ ഇന്ന് രാത്രി ഈ വചനം ബ്രേക്ക് ചെയ്യുന്നത് ആത്മാവിൽ കാണാൻ ദൈവമക്കൾക്ക് കഴിയുമോ? ഹല്ലേലൂയ. 9 വർഷമായി മാമല ജംഗ്ഷനിൽ ഞാനൊരു പ്രവർത്തനം ആരംഭിച്ചിട്ട് കൃപയാൽ ആ പ്രവർത്തനം ദൈവം വളർത്തുന്നു. 50-ലധികം കുടുംബങ്ങൾ ഇപ്പോൾ നമ്മോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാനുണ്ട്. നട്ടപ്പോഴും കിളച്ചപ്പോഴും ഒരു കൊട്ട കണക്ക് നമ്മുടെ സഭകളിൽ മുമ്പോട്ട് പോകണ്ട. പിശാചിന്റെ ആമിക്കയറുകളെ പൊട്ടിച്ച് ദേശത്ത് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ സത്യം പറ, സത്യം തുറന്നു പറ. ചുമ്മാ കിഴവിക്കഥ പറഞ്ഞു, കോമഡി പറഞ്ഞു, യോഗങ്ങളെ അപഹാസ്യമാക്കാതെ യേശുവിനെ ഉയർത്തൂ. സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി രക്ഷയുടെ സുവിശേഷം കേട്ട ദൈവമക്കളൊക്കെ ആധാരങ്ങൾ ചലിപ്പിച്ച് കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. 1815 തൃപ്പൂണിത്തറ രാജകുടുംബത്തിലെ ഒരു രാമവർമ്മൻ, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു രാമവർമ്മൻ ജനിച്ചതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1815 അദ്ദേഹത്തിന്റെ ജനനം. 1835 ഫോർട്ട് കൊച്ചിയിലുള്ള CMS പള്ളിയിൽ അദ്ദേഹം സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഒരു വിദേശ മിഷണറിയുടെ കൈക്കീഴിൽ ഈ രാമവർമ്മ സ്നാനപ്പെട്ടു. തൃപ്പൂണിത്തറ രാജകുടുംബത്തിലെ കഥയാണ് ഞാൻ പറയുന്നത്. ഇത് ചരിത്രമാണ്. ഒരു രാമവർമ്മ യേശു മാത്രമാണ് രക്ഷകനെന്ന് വിശ്വസിച്ചെന്ന് അദ്ദേഹം മദ്രാസിലുള്ള വേദപഠനശാലയിൽ CMS വേദപഠനശാലയിൽ പോയി ദൈവവചനം പഠിച്ചു. തൃപ്പൂണിത്തുറ കൊട്ടാരത്തിൽ നിന്ന് കുഞ്ഞിക്കാവ് അമ്മ തമ്പുരാട്ടിയുടെ മകനായി പിറന്ന ഈ മകൻ രാമവർമ്മ വചനം പഠിച്ചിട്ട് വന്ന് കണ്ണൂർ ബാസൽ മിഷനോട് ചേർന്ന് പ്രവർത്തിച്ചു. ഹെർമൻ ഗുണ്ടത്തിനോടും ശാമുവേലിനോടും ഒക്കെ ചേർന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ വ്യാപൃതനായി 100 കണക്കിന് ആളുകളെ യേശു എന്ന രക്ഷിതാവിലേക്ക് നയിച്ചെന്ന് നമ്മുടെ ഈ തൊട്ടടുത്ത തൃപ്പൂണിത്തറയിലെ രാജകുടുംബത്തിലെ രാമവർമ്മന്റെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ദൈവമക്കളോട് ഞാൻ വിശ്വാസത്താൽ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില കൊത്തളങ്ങളിലേക്ക് രക്ഷയുടെ വചനം അതിവേഗം പാഞ്ഞു ചെന്നിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ശക്തന്മാർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഉന്നതന്മാർ യേശുവിന്റെ സാക്ഷികളാകുന്നത് വിശ്വാസത്താൽ കാണുക. അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം പക്ഷെ അതിൽ സങ്കടമുള്ളവനായിരുന്നില്ല. അദ്ദേഹം പറയുന്ന ഒരു വാചകം, ഇവിടുത്തെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് എന്നെ പുറത്താക്കിയിട്ടുള്ളൂ. എന്റെ 21ാമത്തെ വയസ്സിൽ എന്നെ രക്ഷിച്ച യേശു എനിക്ക് വേണ്ടി സ്വർഗത്തിൽ കരുതിയിരിക്കുന്ന ഒരു സൗഭാഗ്യങ്ങളും തടയാൻ ഇവിടുത്തെ ഒരു രാജാവിന് കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മദ്രാസിൽ പഠനത്തിന് ശേഷം ബാസൽ മിഷനോട് ചേർന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തിന് യാക്കോബ് രാമവർമ്മ എന്ന പേര് അവരിടുന്നത്. ചരിത്രം നിങ്ങൾ പഠിച്ചു നോക്കിക്കൂ. അങ്ങനെ ഒരു യാക്കോബ് രാമവർമ്മയുണ്ട് തൃപ്പൂണിത്തറ രാജകുടുംബത്തിൽ. ഞാൻ ആത്മഭാരത്തോട് ദൈവമക്കളോട് പറയുക, ഇങ്ങനെ പോയാൽ മതിയോ നമുക്ക്? വമ്പന്മാർ സ്നാനജലത്തിലേക്ക് ഇറങ്ങുന്നു. വിശ്വാസത്തിൽ കാണാൻ പറ്റുമോ? അതിശക്തമായ ദൈവാത്മാവിന്റെ പ്രവർത്തനം നിമിത്തം കൂട്ടത്തോടെ ആമേൻ അഭിഷക്തന്മാർ വലിയ ആറ്റിൽ ലൈനായിട്ട് നിന്നോണ്ട് അഭിഷക്തന്മാർ വലിയ ആറ്റിൽ വരിയായി നിന്നുകൊണ്ട് 100 കണക്കിന് ആത്മാക്കളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന അതിശക്തമായ ഒരു ഉണർവിന്റെ മാറ്റൊലി വാളക കൺവെൻഷനോട് കൂടെ ഈ ദിവസങ്ങളിൽ പൊട്ടി പുറപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ശക്തിയാണ്. ഞാനിനി വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല, സമയം അമാന്തിച്ചിരിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആ സന്ദേശമാണ് നാം ഇവിടെ വിഭജിച്ചത്. ഈ രക്ഷാ സന്ദേശവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം
ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ദൈവദാസന്മാരുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവർ തുടർ നടപടികളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായിരിക്കും. മറ്റൊരിടത്തും രക്ഷയില്ല, മറ്റൊന്നിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഓ, ഈ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ, നമ്മൾ എത്ര ഭാഗ്യശാലികളാണ്! ഈ വചനങ്ങൾ ദൈവം നമ്മെ